കാസർഗോഡ് ഇരട്ടക്കൊലപാതകം ആസൂത്രണം ചെയ്ത CPM നേതാവ് പോലീസ് കസ്റ്റഡിയിൽ. പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കസ്റ്റഡിയിൽ ഉള്ളവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. കൊലപാതകത്തിൽ അന്വേഷണം കണ്ണൂരിലേക്കും വ്യാപിക്കുകയാണ്. ആസൂത്രണം നടന്നത് പയ്യന്നൂർ കേന്ദ്രീകരിച്ചാണെന്നുമുള്ള ഏറ്റവും പുതിയ വിവരം കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. കൊലപാതകികൾ സഞ്ചരിച്ച ജീപ്പ് കണ്ണൂർ രജിസ്ട്രേഷനിൽ ഉള്ളതാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഇതിനിടെ ഗവർണറുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം ഗവർണറെ കാണും. കാസർഗോഡ് നിന്ന് അശ്വിൻ വല്ലത്ത്, തലശ്ശേരി കോടതിയിൽ നിന്നും മനു ഭരത്, ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും R. കിരൺ ബാബു എന്നിവർ ചേരുന്നു. ആദ്യം മനുവിലേക്ക് പോയാൽ, മനു, കണ്ണൂർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. ഗൂഢാലോചന നടന്നത് പയ്യന്നൂർ കേന്ദ്രീകരിച്ചാന്നുള്ള കണ്ടെത്തൽ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? രഞ്ജിത്ത്, ഈ കാസർഗോഡ് ജില്ലയിലെ ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ഗൂഢാലോചന കണ്ണൂർ കേന്ദ്രമായുള്ള പാർട്ടിയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട് എന്നാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. പയ്യന്നൂരുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു. അതിനെ തുടർന്നാണ് ഈ കൊലയാളി സംഘം എത്തിയത്. കൊലയാളി സംഘത്തിൽ ഉൾപ്പെടെയുള്ളവരെ വ്യക്തമായി തിരിച്ചറിയാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഒരു സംഘം ആളുകൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇത് കൊലയാളി സംഘത്തിൽ എന്ന് സംശയിക്കുന്ന ആളും ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. കണ്ണൂരിലേക്ക് ഇതിന്റെ നേരത്തെ തുടക്കത്തിൽ തന്നെ പ്രദേശവാസികളെല്ലാം ഇത് കണ്ണൂരിൽ നിന്ന് വന്ന സംഘം കണ്ണൂരിലെ രാഷ്ട്രീയ നേതൃത്വവുമായി ആലോചിച്ചുകൊണ്ടാണ് ഈ നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്ന് പോലീസ് ആ നിലയ്ക്കുള്ള അന്വേഷണം നടത്തിയത്. അതിൽ ഏറെക്കുറെ ഇത് ഈ ഇത്തരത്തിൽ ആലോചനകൾ നടന്നിരുന്നെന്നും പയ്യന്നൂർ കേന്ദ്രീകരമായി കൊണ്ടുള്ള ഗൂഢാലോചനകൾ നടന്നിരുന്നു എന്നുമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം നേരിട്ട് അങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്യും. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം മേൽനോട്ടവും ഇദ്ദേഹം വഹിക്കുന്നുണ്ട്. ഈ പ്രതികൾ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതിനെ പറ്റിയുള്ള സൂചനകളും പോലീസിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ന് അറസ്റ്റുകളിലേക്ക് നീങ്ങണ്ട എന്ന് തന്നെയാണ് പോലീസ് കേന്ദ്രത്തിന്റെ തീരുമാനം. കാരണം കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം മാത്രം ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മതി എന്നതായിരുന്നു പോലീസിന്. കാരണം ഒരു പ്രധാന കാരണം രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതായത് മനു ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് അവിടെ പെരിയ മാത്രം കേന്ദ്രീകരിച്ചു നടന്ന ഒരു പ്രാദേശിക വിഷയമല്ല ഇത്. കണ്ണൂരിലുള്ള ആളുകൾക്കും ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഈ നേതാക്കളടക്കമുള്ളവർ, CPM നേതാവിനെ അടക്കം ഇപ്പോൾ അവിടെ കസ്റ്റഡിയിൽ സാഹചര്യമുണ്ട് പെരിയയിൽ. അപ്പോൾ കണ്ണൂരിലേക്ക് നീങ്ങുമ്പോൾ അവിടെയും ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയും മറ്റു കാര്യങ്ങളും, ഈ ജീപ്പൊക്കെ കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്താണെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു CPM നേതാവിന്റെ മകനാണ് ഇവർ രണ്ടുപേരെയും കാട്ടിക്കൊടുത്തത് എന്നും പോലീസിന്റെ വിശദീകരണം ആ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറത്തേക്കും കാര്യങ്ങൾ വ്യാപിക്കുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം? അതെ, വ്യക്തമായും അത്തരത്തിൽ പുറത്തേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. പോലീസിന്റെ അന്വേഷണത്തിലും അത് സ്ഥിരീകരിക്കുന്നു. ഇതിനൊരു മുൻകൂർ ജാമ്യം എന്ന തരത്തിലാണ് കാസർഗോഡ് CPM നേതൃത്വം ഈ പാർട്ടി തരത്തിൽ അന്വേഷണം നടത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണൻ മാസ്റ്റർ, അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി, പാർട്ടി കാസർഗോഡ് അക്രമത്തെ സംബന്ധിച്ച് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തും. ഇതിൽ കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കും എന്നൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഇത് വ്യക്തമായും ഇത് നൽകുന്ന സൂചന ഈ പാർട്ടി നേതൃത്വത്തിലേക്ക് തന്നെ ഇതിന്റെ ഗൂഢാലോചനയും ഈ കുറ്റകൃത്യത്തിന്റെ അതിന്റെ പ്ലാനിങ്ങും നടത്തി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇന്നും ഈ ആക്രമിക്കപ്പെട്ട കടകളും മറ്റും സന്ദർശിക്കാനായി CPM ജില്ലാ നേതൃത്വം ഇന്ന് തയ്യാറായിരുന്നു. പക്ഷെ പോലീസ് അവരെ അതിൽ നിന്ന് വിലക്കി. സംഘർഷ സാധ്യത ഉണ്ട് എന്ന് വ്യക്തമാക്കി അതിൽ നിന്ന് വിലക്കിയിരിക്കുകയായിരുന്നു. ഏതായാലും ഇതിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പോലീസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ണൂരിലെ പയ്യന്നൂർ കേന്ദ്രീകരിച്ചുള്ള ചില നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കാസർഗോഡ് ഒരു കൊലപാതകത്തെ കുറിച്ചുള്ള ആസൂത്രണം നടന്നത്. ഈ കൊലയാളി സംഘത്തെയും കണ്ണൂരിൽ നിന്നാണ് ഇതുമായുള്ള വിവരങ്ങൾ കൊടുത്തത് എന്നും ഉള്ള ഒരു ധാരണ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊലയാളി സംഘത്തിലെ ആൾ ഉൾപ്പെടെ ഒരു സംഘം ആളുകൾ തന്നെ പോലീസ് കസ്റ്റഡിയിൽ, കൂടുതൽ ആളുകളെ
കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. പെട്ടെന്ന് ഇന്ന് തന്നെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത അത്തരത്തിലാണ് മനോഭാരത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായിക്കില്ല. അപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ കാസർഗോഡ് പെരിയ എന്ന ഒരു പ്രദേശത്തുണ്ടായ ഒരു സംഭവം മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചന മാത്രമല്ല, കാസർഗോഡിന് പുറത്തേക്കും കണ്ണൂരിലേക്കും ഇതിന്റെ വേരുകൾ വ്യാപിക്കുന്നു. ഗൂഢാലോചന നടന്നത് കണ്ണൂരിലുള്ള പലർക്കും പങ്കുണ്ട് എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക്, ഇതിന്റെ ആസൂത്രകരിലേക്കും കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, ഈ പീതാംബരൻ അയാളെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു. എന്താണ് പാർട്ടി എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇന്നലെയൊക്കെ ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി ഗൗരവമായി ഒരു പാർട്ടിക്കാരൻ തന്നെ പ്രതി എന്ന് പറയുമ്പോൾ കേവലം വ്യക്തിപരമായ വൈരാഗ്യം എന്ന രീതിയിൽ ഇതിനെ തള്ളിക്കളയാൻ പാർട്ടിക്ക് സാധിക്കുമോ? തീർച്ചയായും പാർട്ടിക്ക് അങ്ങനെ സാധിക്കില്ല. പക്ഷേ എന്നാൽ കൂടിയും CPM ജില്ലാ നേതൃത്വം ഇക്കാര്യത്തിൽ പറയുന്നത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. അല്പം മുൻപ് ഇവിടെ പെരിയയിൽ ഇന്നലെ വിലാപയാത്രയ്ക്ക് സംഘർഷമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച CPM ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ സൂചിപ്പിച്ചതും ഇത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഈ പാർട്ടിക്ക് ഇതിൽ പങ്കില്ല, ഈ പീതാംബരൻ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടെങ്കിൽ പീതാംബരനെ പാർട്ടി സംരക്ഷിക്കില്ല. അക്കാര്യം തെളിയട്ടെ, പോലീസ് അന്വേഷണത്തിൽ അക്കാര്യം തെളിയുന്ന മുറയ്ക്ക് അദ്ദേഹത്തെ പുറത്താക്കും എന്നുള്ള കാര്യം, അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കും. അങ്ങനെയുള്ളവർ, അക്രമികൾ, കുറ്റക്കാർ പാർട്ടിക്കകത്തുണ്ടാവില്ല എന്ന് തന്നെയാണ് CPM ജില്ലാ സെക്രട്ടറി നമ്മളോട് പറഞ്ഞതും. പക്ഷേ എന്നാൽ കൂടിയും ഇതിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്ര വിദഗ്ധമായ ഒരു ആസൂത്രണം, ഇത്ര കൃത്യമായൊരു നടപ്പാക്കൽ, അത് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന്റെ അറിവില്ലാതെ നടക്കുമോ എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് നേതാക്കളടക്കം ആരോപിക്കുന്നത്. കാരണം കണ്ണൂർ രജിസ്ട്രേഷനുള്ള ഒരു ജീപ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള അക്രമി സംഘമാണ് നേരത്തെ ഈ കൃത്യം നടപ്പാക്കാൻ വന്നത് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് തികച്ചും വ്യക്തിപരമായ ഒരു കൊട്ടേഷൻ ആക്രമണം മാത്രമാണോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷേ ഏതായാലും പീതാംബരനെ ചോദ്യം ചെയ്തു വരുന്നു പോലീസ് കസ്റ്റഡിയിൽ. അത് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് കുറ്റക്കാരിലേക്കും കൂടി എളിയും, അതായത് കൃത്യം നടപ്പാക്കിയ ആളുകളിലേക്ക് കൂടി അന്വേഷണം നീങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അല്പം മാധ്യമങ്ങളോട് പറഞ്ഞത് CPMന്റെ നയം മാറി. നേരത്തെ ഒന്നും നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെ കണ്ടതുപോലല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിൽ ഉണ്ടായ നയം അനുസരിച്ചല്ല ഇപ്പോൾ ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ വാർത്തയാക്കാത്തത്? ഞങ്ങൾ കൃത്യമായും ഈ അക്രമികളെ തള്ളി പറഞ്ഞുവല്ലോ, അവർ പാർട്ടിക്കാരാണെങ്കിൽ പുറത്താക്കുമെന്ന് പറഞ്ഞുവല്ലോ. ഇത്ര പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവം നടന്ന് പാർട്ടി കമ്മിറ്റി ഒന്നും കൂടാതെ ഇവർക്ക് ചില നടപടികളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ, ഇങ്ങനെ ചർച്ചകൾ നടത്തി സമയമെടുത്ത് പ്രതിയാണെന്ന് കണ്ടെത്തിയാൽ മാത്രം പുറത്താക്കുക. അതൊന്നും ഇല്ലാതെ ഇത്ര പെട്ടെന്ന് ഈ പീതാംബരനെ പോലെ ഒരാളെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തിയത് എങ്ങനെയാണ്? ഇത് ഒരു വ്യക്തിപരമായ പ്രശ്നമാണ്. അതായത് പീതാംബരനെ ആക്രമിച്ച 2 പേരെ പീതാംബരന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെയുള്ള പ്രാദേശികമായ ചിലർ ചേർന്ന് അവർക്കെതിരെ തിരികുകയും അത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പാർട്ടി പറയുന്നത്. നേരത്തെ TP ചന്ദ്രശേഖരൻ കേസിലടക്കം നമ്മൾ കണ്ടതാണ്. കുഞ്ഞനന്ദൻ അടക്കമുള്ളവർ ഇപ്പോഴും പാർട്ടി പുറത്താക്കിയിട്ടില്ല. ആ സാഹചര്യത്തിലാണ് കസ്റ്റഡി എടുത്ത് മണിക്കൂറുകൾക്കകം തന്നെ പാർട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇത് പാർട്ടിക്ക് CPMന് ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി CPMന് ഉണ്ടാവും എന്നുള്ള ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നടപടി വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ഒരു പ്രാദേശികമായി മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമാണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി വരുന്ന പ്രശ്നങ്ങൾ. അത്തരത്തിൽ ഒരു പ്രാദേശിക നേതാവ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു നടപടി എടുക്കാൻ കഴിയുമോ എന്നുള്ളതും പ്രശ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അന്വേഷണം കണ്ണൂരിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുകയും കുറ്റക്കാരായവരെ പെട്ടെന്ന് തന്നെ പുറത്താക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ CPM അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുള്ളത് കൂടി കണ്ടുകൊണ്ടാവാം ഇത്രയും കസ്റ്റഡി എടുത്ത് മണിക്കൂറുകൾക്കകം ഉണ്ടായിരിക്കുന്ന ഈ പുറത്താക്കൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന് നേരത്തെ പാർട്ടി ജില്ലാ നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ഇപ്പോൾ പീതാംബരനിലും പീതാംബരൻ്റെ സുഹൃത്തുക്കളിലും കേന്ദ്രീകരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇവർ ആരെ ഉപയോഗിച്ചാണ് കൃത്യം നടപ്പാക്കിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് കസ്റ്റഡി എടുക്കുക, ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് പോലീസിന് മുന്നിലുള്ളത്. ഇവർ സംസ്ഥാനത്ത് പുറത്തു കിടക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഒളിവിൽ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് പിടികൂടാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു ബോധ്യം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകളെ 3 പേർ എന്നാണ് പറയുന്നത്. ഈ 3 പേരെ
എത്രയും ഒപ്പം പെട്ടെന്ന് അശ്വിനി ഒരു കൂട്ടം നേതാക്കൾ CPM-ന്റെ ഒരു കൂട്ടം നേതാക്കൾ ജില്ലാ നേതാക്കൾ അടക്കം ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആ രീതിയിൽ ചില വാർത്തകൾ വന്നിരുന്നുവല്ലോ. അവരിന്ന് ഈ ആക്രമിക്കപ്പെട്ട കടകൾ വീടുകളൊക്കെ സന്ദർശിക്കും, സംഭവ സ്ഥലത്ത് എത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അത് റദ്ദാക്കുകയും ചെയ്തു. അത് കേവലം ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എന്ന് പറയുന്നതിനപ്പുറം അവിടെ ഉയരുന്ന ജനരോഷം ഇതുമായി ബന്ധപ്പെട്ട് അതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ അവർ വന്നാൽ ആ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ? രഞ്ജിത്ത് ഒരു തിരുത്തുണ്ട്. നേരത്തെ ഇത്തരം ഒരു സന്ദർശനം റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം ഇന്നലെ ആക്രമിക്കപ്പെട്ട കടകൾ, വീടുകൾ, CPM സ്ഥാപനങ്ങൾ ഇവിടെയെല്ലാം തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിയ ടൗൺ ആണിത്. പെരിയ ടൗണിന് സമീപമുള്ള വീടുകളിൽ ഇന്നലെ ആക്രമണം നടന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെയും ഉദുമ MLA-യുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറിയും ഉദുമ MLA-യും അടക്കമുള്ളവർ ഇപ്പോൾ ആക്രമിക്കപ്പെട്ട വീടുകൾ, ഒപ്പം കടകൾ, ഇന്നലത്തെ ഹർത്താലിലടക്കം നടന്ന അക്രമ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നേരത്തെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഈ സന്ദർശനം അവർ റദ്ദാക്കി എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അവിടെ എത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ്. അശ്വിൻ, തുടരാം. ഇന്നലെ വ്യാപകമായ ആക്രമണങ്ങൾ വിലാപയാത്രയെ തുടർന്നും പിന്നീട് ശവസംസ്കാരത്തിന് ശേഷവും വ്യാപകമായ ആക്രമണങ്ങൾ ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. പല വീടുകൾക്ക് നേരെയും ആക്രമണങ്ങളുണ്ടായി. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ്, അതേപോലെ തന്നെ സഹകരണ സംഘം ഓഫീസുകൾ, പാർട്ടി പ്രവർത്തകരുടെ കടകൾ, ഇവയ്ക്കൊക്കെ നേരെ വ്യാപകമായ ആക്രമണങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. പല പാർട്ടി പ്രവർത്തകരും ഈ കല്യോട്ടും പരിസര പ്രദേശങ്ങളിലുമെല്ലാമുള്ള പാർട്ടി പ്രവർത്തകരെല്ലാം വീടൊഴിഞ്ഞു പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്രദേശത്ത് പാർട്ടി പ്രവർത്തകർക്ക് ഇനി ഇവിടെ നിൽക്കാനുള്ളൊരു ധൈര്യം കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഇത്തരമൊരു സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. വളരെ വ്യാപകമായ ആക്രമണങ്ങളാണ് ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം വിലാപയാത്ര എത്തിയ സമയം മുതൽ സംസ്കാരത്തിന് ശേഷം വരെ. ഈ 2 കൊലപാതകങ്ങളുടെ വിശദാംശങ്ങളാണ് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചത്. ഗവർണറും വളരെയേറെ അസ്വസ്ഥനാണ്, വളരെയേറെ വികാരഭരിതനാണ്. കാരണം ഈ 2 കൊലപാതകങ്ങൾ ആസൂത്രിതമായി CPM ചെയ്ത ഒന്നാണ്. 2 പിഞ്ചു കുട്ടികൾ, ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന 2 പിഞ്ചു കുട്ടികൾക്ക് നേരെയാണ് CPM-ന്റെ നേതൃത്വത്തിൽ ഈ വലിയ ഗുരുതരമായ ഹൃദയഭേദകമായ ഈ കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. അതിന് തക്ക യാതൊരു പ്രകോപനവും അവിടെ ഉണ്ടായിരുന്നില്ല. ഗവർണറോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടാണ്, വളരെ ഗൗരവത്തോടെയാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ടത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കേരളത്തിൽ ഒരു ഭരണമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഭരണത്തലവൻ അങ്ങാണ്, അങ്ങ് ഈ കാര്യം ശ്രദ്ധിക്കണം, അങ്ങക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ട്. നിരന്തരമായി ഈ ഗവൺമെൻറ് വന്ന ശേഷം നടക്കുന്ന 32ാമത്തെ രാഷ്ട്രീയ കൊലപാതകമാണിത്. എല്ലാ തവണയും ഈ ഓരോ ഒഴിവ് കിഴികൾ പറഞ്ഞ് ഗവൺമെൻറ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പാവപ്പെട്ട 32 പാവപ്പെട്ടവരുടെ ജീവനാണ് ഈ ഗവൺമെൻറ് വന്ന ശേഷം ഇവിടെ പൊലിയുന്നത്. അപ്പോൾ ഈ കുറ്റവാളികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായി അങ്ങയുടെ ഗവൺമെൻറ് മാറിയിരിക്കുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ഖിന്നനാണ്. അദ്ദേഹം അടിയന്തരമായി തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു പ്രതിയെയും പിടിച്ചിട്ടില്ല. പ്രതികൾക്കുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ജോലിയാണ് ഇപ്പോൾ പോലീസും CPM-ഉം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് തന്നെ റിപ്പോർട്ട് വാങ്ങാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ ഞാൻ 2 മണിക്ക് നിങ്ങളോട് വളരെ വിശദമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ 2 മണിക്ക് നിങ്ങളെ കാണാം. ഗവർണറെ കണ്ടതിനു ശേഷം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഗവർണറെ കാര്യങ്ങൾ ധരിപ്പിച്ചു. കിരൺ ബാബു ചേരുന്നു. കിരൺ, വിവരങ്ങൾ. പ്രധാനമായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ കൊലപാതകങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഗവർണറെ ധരിപ്പിച്ചു. ഈ സർക്കാർ അധികാരത്തിലേറിയ ശേഷം 32 രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നടന്നത്. ഈ സർക്കാരിന് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ്, കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ഇത്രയേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നത്. ഓരോ കൊലപാതകത്തിന് ശേഷവും വിവിധ ഒഴിവഴിവുകൾ പറഞ്ഞ് സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ്. ഇവിടെ ഒരു ഭരണം ഇല്ല എന്നുള്ള അവസ്ഥയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ തലവൻ എന്ന നിലയ്ക്ക് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടണം. ഗവർണർ സർക്കാരിനോട് റിപ്പോർട്ട് ചോദിക്കാം എന്നുള്ള ഒരു ഉറപ്പ് പ്രതിപക്ഷ നേതാവ് നൽകിയെന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം ഗവർണറെ കണ്ടതിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. CBI അന്വേഷണം വേണം, ഈ വിഷയത്തിൽ ഗവർണർ ഇടപെടണം, സംസ്ഥാനത്ത്
ഈ കൃത്യമായ ഭരണകൂടത്തിന് ഇടപെടൽ നടക്കുന്നില്ല എന്ന വിവരം പങ്കുവച്ച ഗവർണറോട് അദ്ദേഹം അത് കഴിഞ്ഞ് പുറത്തിറങ്ങി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇപ്പോൾ മനു ഭരത് കണ്ണൂരിൽ നിന്നും ഒരിക്കൽ കൂടി ചേരുന്നു. മനു, കണ്ണൂരിലേക്ക് അന്വേഷണം നീളുന്നു, അതിന്റെ വിവരങ്ങളാണ് മനു പങ്കുവച്ച് വന്നിരുന്നത്. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശികമായി ഉണ്ടായ ഒരു കൊലപാതകം ആ രീതിയിൽ ഒതുക്കാൻ സാധിക്കില്ല. ഇതിന് മുൻപ് നടന്ന മറ്റു പല രാഷ്ട്രീയ കൊലപാതകങ്ങളെയും പോലെ ഇതിന്റെ കണ്ണികൾ ജില്ലയ്ക്ക് പുറത്തുണ്ട്, ഉന്നതതല ഗൂഢാലോചനയുണ്ട്. അത്തരത്തിലുള്ള നിലപാടിലേക്ക് അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നുണ്ടോ? തീർച്ചയായും രഞ്ജിത്ത്, ഇതിൽ ഒരു കാര്യം വ്യക്തമായിട്ടുള്ളത്, ഈ സംഭവം ഇതിന് മുൻപേ ഉണ്ടായ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെ ആക്രമിക്കുന്ന ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ പരിക്ക് ഏറ്റ സംഭവത്തിൽ ഈ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാകും എന്ന ഒരു നിഗമനമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചടിയിലേക്ക് നടത്താൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് പോലീസിൻ്റെ വ്യക്തമായ കണ്ടെത്തൽ. അതിനെ തുടർന്നുള്ള അന്വേഷണം ആ നിലയ്ക്ക് നടന്നു. അപ്പോൾ ഈ പ്രതികൾ റിമാൻഡിലാവുകയും പിന്നീട് പുറത്തു വരികയും ചെയ്യുമ്പോൾ അവർക്ക് എതിരെ തിരിച്ചടി ഉണ്ടായില്ലെങ്കിൽ അത് വലിയ രാഷ്ട്രീയ ക്ഷീണം ചെയ്യും എന്ന ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിനോടനുബന്ധിച്ചാണ് പയ്യന്നൂർ മേഖലയിലുള്ള ചില രാഷ്ട്രീയ നേതാക്കളുമായുള്ള ചില ബന്ധപ്പെടലുകൾ ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തെ തുടർന്നാണ് ഇത്തരം ഒരു കൃത്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ആസൂത്രണം ഉണ്ടായത്. വളരെ കരുതിക്കൂട്ടി നടന്ന ഒരു ആസൂത്രണമാണ് എന്ന് തന്നെ പോലീസിന് ഇതിനെ സംബന്ധിച്ച് വിവരം ലഭിച്ചിരിക്കുന്നു. കാരണം ഇത് ഒരു 3 പേർ ആകസ്മികമായി ചെന്ന് നടത്തുന്ന ഒരു കൊലപാതകമല്ല, മറിച്ച് ഇതുവഴി ഇവർ വരുന്നു എന്ന കൃത്യമായ ധാരണ, വിവരം ഒക്കെ തന്നെ ഇവർക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ ഈ കാടിനകത്ത് ഇവർ നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു. ഇതിനു മുൻപ് ആ പ്രദേശത്തുള്ള ആളുകളെ CPM അനുഭാവികളെല്ലാം തന്നെ അവിടുന്ന് മാറ്റിയിരുന്നു. അതുപോലെ ഇവർ നേരത്തെ തന്നെ ഈ കൊലയാളി സംഘം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇവിടെ ഇത്തരത്തിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവം നടക്കുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരുന്നത് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പ്രത്യേക സമയം തന്നെ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഇത് വളരെയധികം ആസൂത്രണം ചെയ്ത് ഇവരെ കൊലപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്, പ്രത്യേകിച്ച് ഈ ശരത്ലാലിന് നേരെയായിരുന്നു ഒരു ആക്രമണത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. ഈ ശരത്തിനെ കൊണ്ടുവിടാനായിരുന്നു ബൈക്കിൽ കൃപേഷ് പോയത്. ഈ കാര്യങ്ങൾ ഇതേ സമയം കൃത്യം ഈ 8 മണിയോടുകൂടി ഈ വഴി ബൈക്കിൽ വരുന്നതിനെക്കുറിച്ച് ഈ കൊലയാളി സംഘത്തിന് ധാരണയുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആ നിലയ്ക്ക് വളരെ ആസൂത്രിതമായി ഈ മേഖലയിൽ ഒരു തിരിച്ചടി ആവശ്യമാണ് എന്ന തരത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു കുറ്റകൃത്യമാണ് ഈ കൊലപാതകം എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഈ തരത്തിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത്. അശ്വിൻ വല്ലത്ത് കൂടി ചേരുന്നു. അശ്വിൻ, ഇപ്പോഴും ഇവരുടെ സന്ദർശനം, CPM നേതാക്കൾ പ്രാദേശികമായി ഈ ആക്രമണ നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, തുടരുകയാണോ? വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? CPM നേതാക്കൾ, CPM-ന്റെ ജില്ലാ നേതാക്കൾ സന്ദർശനം നടത്തുകയാണ്. പെരിയയിൽ അക്രമം നടന്ന സ്ഥലങ്ങൾ, അവിടെ ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങൾ നടന്നപ്പോൾ അക്രമ സംഭവങ്ങൾ ഉണ്ടായി, കടകൾ തകർത്തു, വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. അത്തരത്തിലുള്ള ആക്ഷേപം നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഉന്നയിച്ചിരുന്നു. ഇവരെയും പോലീസ് കേസെടുത്ത് ശിക്ഷിക്കും, അതിനുള്ള നിയമനിർമ്മാണം സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്, ആ നിയമം ശക്തമായി നടപ്പിലാക്കും എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഇത്തരത്തിൽ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്ന് ആദ്യം പറഞ്ഞ നേതാക്കൾ പിന്നീട് പിന്മാറി പോലീസിന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും സന്ദർശിക്കാനായി എത്തിയിരിക്കുകയാണ്. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനു ഭരത് ഒരിക്കൽ കൂടി ചേരുന്നു. മനു, ഈ നേതാക്കൾ അവർ സന്ദർശനം നടത്തുകയാണ്. നേരത്തെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങോട്ട് വരാൻ പാടില്ല, അവിടെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഉള്ള പ്രകോപനമുണ്ടാകും, അക്രമ സംഭവങ്ങൾ വീണ്ടും ഉണ്ടാകും എന്ന് പറഞ്ഞു വെക്കുമ്പോഴും വീണ്ടും ഈ നേതാക്കൾ ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, ഈ സ്ഥലത്തെത്തുകയും കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന രീതിയിൽ ഒരു പക്ഷേ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ഏതായാലും കൂടുതൽ നേതാക്കളുടെ പങ്കുകൾ പുറത്തു വരുന്നു. കണ്ണൂരിന് പുറത്തേക്ക് ഈ അന്വേഷണം വ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിന് നീക്കം എങ്ങനെയായിരിക്കും? നേരത്തെ മറ്റു പല കേസുകളിലും നമ്മൾ കണ്ടതാണ്, അന്വേഷണം ഗൂഢാലോചനയുടെ ഘട്ടത്തിലേക്ക് എത്തുന്നില്ല, നേരിട്ട് പങ്കെടുത്തവരെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് അവരെ പ്രതികളാക്കിക്കൊണ്ട് കേസുകൾ അവസാനിപ്പിക്കുന്ന രീതി. ആ നിലയിലേക്ക് ഈ കേസ് എത്തുമോ? കുറച്ചുകൂടി ജാഗ്രതയിലാണോ പോലീസ് ഈ വിഷയത്തിൽ?
ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദത്തിലാണ് പോലീസ്. കാരണം പോലീസിന് ഈ വിഷയം വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വരുന്നു. ഇന്ന് ഉമ്മൻചാണ്ടി കാസർഗോഡ് എത്തും. നാളെ ഉപവാസ സമരം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയമായി ഇത് ഉയർത്തുന്നു. ഒപ്പം തന്നെ ഈ കൃപേഷിൻ്റെ സഹോദരിയുടെ വിവാഹം വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ സമീപിക്കാനും ആ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും മൊത്തം ഈ കുടുംബത്തെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഖരണം ഇതുമായൊക്കെ ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ കോൺഗ്രസ് ഒരുക്കുന്നു. ഇത് വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് CPM-നെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഈ പോലീസിൻ്റെ ഒരു ആവശ്യമായിരുന്നു ഇത്തരത്തിൽ ഈ സംഘർഷ മേഖലകളിലെ ഈ സന്ദർശനം തൽക്കാലത്തേക്ക് ഒഴിവാക്കണം എന്ന്. അതിന് ആദ്യഘട്ടത്തിൽ ഒരു അനുകൂല നിലപാടും ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീടാണ് അത് മാറ്റിയത്. കാരണം വലിയ തോതിൽ പ്രതിരോധത്തിലായ CPM ഇനി ഒളിച്ചു നിൽക്കുന്നതിൽ കാര്യമില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഇതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കാതെ ഇതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ അറസ്റ്റിലാവുകയോ അത്തരം പ്രതികളെയോ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അവരെ ആ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഒളിച്ചു നിൽക്കാതെ ജനങ്ങളിലേക്ക് തിരിച്ചു വരണം, രാഷ്ട്രീയമായി ഇത് വിശദീകരിക്കണം എന്നൊരു നിലപാടാണ് പോലീസ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിൽ സംഘർഷാവസ്ഥയ്ക്ക് യാതൊരു അയവും ഇല്ല എന്നത് പോലീസിന് കാര്യങ്ങൾ. സംഘർഷാവസ്ഥ കാസർഗോഡ് ജില്ലയിൽ തുടരുന്നു. ജാഗ്രത പുലർത്തുന്നു പോലീസ്. അപ്പോഴും കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. പീതാംബരൻ എന്ന അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നു.